ടീച്ചറിന് ഏറെ ആദരണീയനായ ശ്രീ ചെറുകാടിൻ്റെ മകൻ ശ്രീ KP മോഹനൻ ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം മാഹി ഗവൺമെൻറ് കോളേജിലെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ്, പ്രശസ്തനായ എഴുത്തുകാരനാണ്, നിരൂപകനാണ്. അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. ശ്രീ KP മോഹനൻ. അച്ഛനുമായിട്ടുള്ള അടുപ്പത്തെപ്പറ്റി പറയായിരുന്നു ടീച്ചർ. ഒരു ഗുരുവിനെ പോലെ പല വേദികളിലും ഒപ്പം പോകാനും നേരിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെ കിട്ടിയ അവസരത്തെപ്പറ്റിയൊക്കെ പറയായിരുന്നു. ടീച്ചറുമായിട്ട് അതുപോലെ തന്നെ ഒരുപാട് കാലത്തെ പരിചയം കാണുമല്ലോ അല്ലേ? ടീച്ചറുമായിട്ടുള്ള പരിചയം എന്ന് പറഞ്ഞാൽ ഒരു 25 വർഷത്തെ, 25അല്ല അതിൽ കൂടുതൽ വർഷത്തെ പരിചയമുണ്ട്. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർ ഞങ്ങളുടെ കുടുംബത്തിലൊരംഗം പോലെ തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം എൻ്റെ മൂത്ത സഹോദരൻ, എൻ്റെ ഏറ്റവും മൂത്ത സഹോദരൻ രവീന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റാണ് ടീച്ചർ. അവർ രണ്ടുപേരും ഒന്നിച്ച് പഠിച്ചതായിരുന്നു. പിന്നെ മാത്രമല്ല ഞങ്ങളുടെ സാഹിത്യ കുടുംബങ്ങൾ എന്നുള്ള നിലയ്ക്ക് പരസ്പരം വളരെയധികം ബന്ധപ്പെട്ട് ഉള്ള ഒരു ഇതായിരുന്നു. അക്കാലത്ത് കോഴിക്കോട് കേന്ദ്രമാക്കിയിട്ട് NV കൃഷ്ണവാര്യരുടെയും SK പൊറ്റക്കാടിൻ്റെയൊക്കെ നേതൃത്വത്തിൽ സാഹിത്യ സമിതി എന്ന് പറഞ്ഞിട്ടൊരു സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ എല്ലാ വർഷവും പുതിയ എഴുത്തുകാരെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള അവരുടെ സാഹിത്യ ക്യാമ്പുകൾ. അപ്പോൾ ആ സാഹിത്യ ക്യാമ്പുകളിലൊക്കെ ഞങ്ങൾ കൊച്ചുകുട്ടികളായിരുന്ന കാലത്ത് തന്നെ ഞങ്ങൾ സ്ഥിരം പങ്കെടുക്കുമായിരുന്നു. അച്ഛൻ്റെയൊക്കെ കൂടെ പോയി പങ്കെടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ വെച്ചിട്ട് ടീച്ചറെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നതും ടീച്ചറുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയാം ആരംഭിക്കുന്നതൊക്കെ ആ ഒരു കാലഘട്ടത്തിലാണ്. അന്ന് വാസ്തവം പറഞ്ഞാൽ ഞാനൊരു സാഹിത്യ വിദ്യാർത്ഥിയല്ല, ഞാനൊരു ശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്നു. പിന്നീടാണ് ഞാൻ ശാസ്ത്രത്തിൽ നിന്ന് സാഹിത്യത്തിലേക്ക് മാറി ടീച്ചറുടെ പുസ്തകങ്ങളൊക്കെ വളരെ ഗൗരവപൂർവ്വം വായിക്കാൻ ആരംഭിക്കുന്നതൊക്കെ പിന്നീടാണ്. അതിനുശേഷം ടീച്ചറുള്ള എൻ്റെ ബഹുമാനം നാൾക്ക് നാൾ വർദ്ധിച്ചു വന്നിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ടീച്ചറെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു എഴുത്തുകാരൻ ഉറൂബായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ടീച്ചറുടെ ആഗ്നേയം അതുപോലെ തന്നെ ടീച്ചറുടെ ചെറുകഥകളിലൊക്കെ കാണുന്ന ഒരു വളരെ ചടുലമായൊരു ഭാഷയുണ്ട്. ഒരു സംഭാഷണം എന്ന് പറയുമ്പോൾ വളരെ ചടുലമായിട്ടുള്ള സംഭാഷണം, ഒന്നിനൊന്ന് മറുപടി പറയുന്നൊരു രീതി. എനിക്ക് തോന്നുന്നു അക്കാര്യത്തിലൊക്കെ ടീച്ചറുടെ ഒരു പാരമ്പര്യം ശരിക്കും പറഞ്ഞാൽ ഉറൂബിൻ്റെ പാരമ്പര്യമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രയും ശക്തമായൊരു പാരമ്പര്യമാണ് ഞാൻ വിചാരിക്കുന്നത്. ഉറൂബിൻ്റെ പുസ്തകങ്ങൾ അത്രയും ഇഷ്ടമായിരുന്നു. ഞാൻ കുട്ടിക്കാലത്ത് വായിച്ചിരുന്ന പുസ്തകങ്ങൾ അന്ന് ഉറൂബിൻ്റെ കൃതികൾ മുഴുവൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ സീരിയലൈസ് ചെയ്ത് വരുന്ന കാലമാണ്. ഒരിക്കൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ബാലചന്ദ്രൻ പറഞ്ഞൊരു ഒരു വാചകം ഞാൻ ഓർക്കുകയാണ്. സമൂഹത്തിലൊരു ഡോക്ടർ അല്ലാത്തവരോട് ബഹുമാനക്കുറവുണ്ടാവില്ല, ഒരു നടനല്ലാത്തവരോട് ബഹുമാനക്കുറവുണ്ടാവില്ല. പക്ഷെ സാഹിത്യകാരന്മാരല്ലാത്തവരോട് ആരും ബഹുമാനമില്ല. അവർക്ക് അങ്ങനെ സാഹിത്യകാരന്മാരല്ലാത്തവരോട് പുച്ഛമാണെന്ന് സാഹിത്യകാരനായ അല്ലെങ്കിൽ കവിയായ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ടീച്ചർക്ക് അങ്ങനെ തോന്നുന്നത്? എനിക്ക് തോന്നുന്നില്ല. എൻ്റെ എല്ലാ കഥാപാത്രങ്ങളും ഞാൻ ജീവിതത്തിൽ കണ്ടു പരിചയപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ഭാവനയെന്ന് മാത്രം എടുത്തിട്ടുള്ള ഒറ്റ കഥാപാത്രമില്ല. അവർക്കൊക്കെ എന്നോടും സ്നേഹമാണ്, എനിക്ക് അവരോടും സ്നേഹമാണ്. MT യുമായിട്ടുള്ള ടീച്ചറുടെ ബന്ധം? MT ഞങ്ങളുടെ സിറ്റിയിലാണ് താമസിക്കുന്നത്. അദ്ദേഹം ഞങ്ങളുടെ തലമുറയിലെ സീനിയർ ആയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്ത് വായനക്കാർക്ക് വളരെ ഇഷ്ടമാണ്. അങ്ങനെയുള്ള ഒരു കാര്യമല്ല. ടീച്ചർ 65 എഴുതിയ പേമ്പി എന്ന് പറഞ്ഞ ഒരു കഥയിലും ഒരു നേത്യാരമ്മ ഉണ്ട്, കുട്ടികളെയൊക്കെ നാട്ടിൽ ഉപേക്ഷിച്ചിട്ട് വയനാട്ടിൽ കൃഷി ചെയ്യാൻ വേണ്ടി വരുന്നത്. ഇവരുടെയൊക്കെ ഒരു റോൾ മോഡലായിട്ട് ടീച്ചർക്ക് ആരെങ്കിലും ഉണ്ടോ? ടീച്ചർ കഥാപാത്രങ്ങൾക്ക് ഏതെങ്കിലും കഥാപാത്രങ്ങൾക്ക് റോൾ മോഡൽസ് ഉണ്ടോ ജീവിതത്തിൽ? ഞാൻ പറഞ്ഞല്ലോ, മിക്കവാറും എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു മോഡൽ എനിക്ക് ജീവിതത്തിൽ നിന്ന് കിട്ടിയതാണ്. മറ്റു പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്നതല്ല, അല്ലെങ്കിൽ പറഞ്ഞു കേട്ടതുമല്ല, അനുഭവിച്ചറിയുന്ന ആളുകളിൽ നിന്നാണ് ഞാൻ കഥാപാത്രങ്ങൾ ഉണ്ടാക്കുന്നത്. നങ്ങേമ ചിറ്റൂര് താമസിച്ചിരുന്ന ഒരു വിധവയായിട്ടുള്ള ഒരു അന്തർജനം എന്ന് പറഞ്ഞാൽ മനയമ്മ മൂസത് ലഹളയ്ക്ക് ഭർത്താവൊക്കെ മരിച്ചു സ്ത്രീയാണ്. 24 വയസ്സിൽ വിധവയായ സ്ത്രീ 2 കുഞ്ഞുങ്ങളെ ചിറ്റൂർ പാലക്കാട്ട് ഉപേക്ഷിച്ചിട്ടാണ് അന്നത്തെ തിരുനെല്ലിക്കാട്ടിൽ വന്നിട്ട് കൃഷി ചെയ്യുകയും ചെറിയ അവിടുത്തെ വേറൊരു ധനികൻ്റെ വീട്ടുപടിക്കൽ പടിപ്പരയിൽ ആദിവാസികൾക്ക് അരി, മുളക് മാത്രമല്ല ഉണക്കമീനൊന്നും അന്തർജനങ്ങളുടെ വീട്ടിലേക്ക് പടിപ്പരയിലേക്കും കയറ്റില്ല. അതൊക്കെ കച്ചവടം ചെയ്തിട്ട് ഒരു ജീവിതത്തിൻ്റെ വേര് പിടിപ്പിച്ച സ്ത്രീയാണ് നങ്ങേമ. അത്രയും കഠിനമായിട്ടുള്ള കാലത്ത് അവർ എങ്ങനെ സ്വന്തം പ്രവൃത്തിയിലൂടെ, ഇച്ഛാശക്തിയിലൂടെ, മനുഷ്യസ്നേഹത്തിലൂടെ ഒരു വലിയ ഭൂവുടമയായിട്ട് അവിടെ മാറി എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ള കഥകളാണ്. അവരെ ഞാൻ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അവരുടെ കഥയാണ് ആഗ്നേയം.